അപ്പോൾ കൊച്ചി മേയർ അനിൽകുമാർ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക്. ആ സ്പോട്ടിൽ പിന്നെ അത് പരിശോധിക്കാൻ കഴിയുന്നത് GCRയുടെ ഉദ്യോഗസ്ഥന്മാർക്ക്, എഞ്ചിനീയർമാർക്ക് മാത്രമാണെന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥക്കെതിരായിട്ടുള്ള നടപടി GCD എക്സിക്യൂട്ടീവ് ശുപാർശ ചെയ്തത്. ഒന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ വ്യക്തമായി കോർപ്പറേഷനെതിരായ ഒരു പ്രതിഷേധമായി ഈ പരിപാടി മാറ്റുന്നത് ബോധപൂർവമാണ്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വർഷക്കാലം മുഴുവനും നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ യോഗങ്ങളും അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അവർ നടത്തുകയാണ്. കഴിഞ്ഞ 4 കൗൺസിൽ യോഗങ്ങളായിട്ട് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സാധിക്കാത്ത നിലയിലുള്ള ബഹളം അവർ നടത്തുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, ഒന്നുകിൽ നിങ്ങൾ പ്രതിഷേധമാണെങ്കിൽ തുടക്കത്തിൽ പ്രതിഷേധിക്കണം, അല്ലേ? ഞാനും പ്രതിഷേധിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, നമുക്കൊരു സംഭവത്തിൽ ഒരാൾ രാജിവെച്ചിട്ട് ഇത് ചെയ്യാൻ പാടുള്ളതെങ്കിൽ ഞാൻ സ്റ്റേജിൽ വരുന്നതിന് മുമ്പ് രാജിക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധം തുടങ്ങണം. പകരം എന്താ ചെയ്തത്? എല്ലാവരും ചർച്ച ചെയ്തു. എൻ്റെ മറുപടി കേൾക്കാൻ അവർ തയ്യാറാകാതെ ബഹളം വയ്ക്കുന്നതിൻ്റെ കാരണം എന്താ? എൻ്റെ മറുപടി അവർ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇതെല്ലാ സന്ദർഭത്തിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീപ്തി മേരി വർഗീസ് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം എനിക്ക് മറവി രോഗം പിടിപെട്ടിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സംഭവം പറയാം. GCDയും കോർപ്പറേഷനും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കണം എന്ന KPCC ജനറൽ സെക്രട്ടറിയുടെ സാരോപദേശം എനിക്ക് ആവശ്യമില്ല. കൊച്ചി മേയർ അനിൽകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കലൂർ അപകടവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടത്. എങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.